നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ അതിതീവ്ര മഴ. കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിഞ്ഞു. കണ്ണൂർ താഴെച്ചൊവ്വയിൽ വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ടയിൽ മീൻ പിടിക്കാൻ പോയ യുവാവിനെ കാണാതായി. കുഞ്ഞു കല്യാണിക്ക് കണ്ണീരോടെ വിട നൽകി നാട്. തിരുവാണിയൂരിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മ അറസ്റ്റിൽ. സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ പ്രതികളുണ്ടോയെന്നും പരിശോധിക്കും. മലപ്പുറത്ത് ദേശീയപാത ഇടിയാൻ കാരണം മഴയും നിർമ്മാണത്തെ തുടർന്ന് വയലിലുണ്ടായ സമ്മർദ്ദവുമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. 3 അംഗ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നാളെ. ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. നിർമ്മാണത്തിലെ അശാസ്ത്രീയത നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കൂരിയാടിന് പിന്നാലെ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ലക്ഷ്യം ഭവനരഹിതരില്ലാത്ത കേരളം. നവംബർ 1 സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി. 4ാം വാർഷികം ആഘോഷമാക്കി LDF സർക്കാർ. കരിദിനമായി ആചരിച്ച് UDF. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരതയെ തുറന്നുകാട്ടാൻ നിയോഗിച്ച സർവകക്ഷി സംഘത്തിന്റെ യാത്ര നാളെ മുതൽ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി സംഘാംഗങ്ങളോട് നിലപാട് വിശദീകരിച്ചു. രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് BJP. പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കാനാണ് ശ്രമമെന്ന് അമിത് മാളവ്യ. തിരുപ്പൂരിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മൂന്നാർ സ്വദേശികൾ. തിരുവമ്പാടിയിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച അപകടം. പോസ്റ്റ് ഒടിഞ്ഞു വീണു. സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. നോവായി കല്യാണി. ആലുവയിൽ 3 വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർ കുറ്റം സമ്മതിച്ചതായി റൂറൽ SP M ഹേമലത മാധ്യമങ്ങളെ അറിയിച്ചു. കല്യാണിയുടേത് മുങ്ങി മരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തിനാണ് കുഞ്ഞിനെ കൊന്നത് എന്ന ചോദ്യത്തിന് സന്ധ്യ ഇപ്പോഴും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാണാതായ 3 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം പുലർച്ചെ 2:20 പുഴയിൽ നിന്നും കണ്ടെത്തിയത്. തൃപ്പൂണിത്തുറ മറ്റക്കുഴിയിലെ അങ്കനവാടിയിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് 3:30 കല്യാണിയെ അമ്മ സന്ധ്യ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഇരുവരും തിരികെ എത്താത്തതിനാൽ വീട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ രാത്രി 7 മണിയോടെ സന്ധ്യ കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയെങ്കിലും കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല. പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് മൂഴിക്കുളം പാലത്തിന് സമീപത്ത് വെച്ച് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞതായി വ്യക്തമായത്. തുടർന്ന് ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തിയോടെയാണ് പാലത്തിന്റെ 3ാമത്തെ തൂണിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുന്ന നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടത്. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച സന്ധ്യയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കൊലപാതകത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ഇവർ കുട്ടിയെ കൊലപ്പെടുത്താൻ മുൻപും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ആലുവ റൂറൽ SP M ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺട്രാക്ടറി സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല, പക്ഷേ അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ. സോ വി ഹാവ് ടു ഗെറ്റ് ദ ബാക്കി എവിഡൻസസ് ഓൾസോ. ഫാമിലി മെമ്പേഴ്സിനെ ചോദ്യം ചെയ്യും ഇനി തുടങ്ങണം. ഇതുവരെ നമുക്കൊന്നും വ്യക്തമായിട്ടില്ല. സോ ഇനിയാണ് കുറച്ചും കൂടി കാം ഡൗൺ ആയതിനു ശേഷം ഫാമിലിന്റെ ക്ലോസ് റിലേറ്റീവ്സിന്റെ മൊഴികൾക്ക് നമ്മൾ നിലനിൽക്കും. ഭർത്തൃവീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ തിങ്കളാഴ്ച വൈകുന്നേരമാണ് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി യാത്ര തിരിച്ചത്. ഇതിനിടെ യുവതി കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ ഭർത്തൃവീട്ടിലെ പീഡനമാണോ എന്നും പോലീസ് അന്വേഷിക്കും.
യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ ഭർത്താവ് സുഭാഷ് സന്ധ്യ കുട്ടിയെ അകാരണമായി അടിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് പതിവായിരുന്നുവെന്ന് ആരോപിച്ചു. അതേസമയം സന്ധ്യയ്ക്ക് പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധിവളർച്ചയില്ലെന്നാണ് അവരുടെ കുടുംബം പറയുന്നത്. ബുദ്ധിവളർച്ച കുറവുള്ളതായി ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും മകളെ സുഭാഷ് മർദ്ദിച്ചിരുന്നുവെന്നും അമ്മ അല്ലി പറഞ്ഞു. ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. തല്ലും, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കന്നത്തടിക്കും, അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. പറയാനോ തല്ലൂന്നൊക്കെ പറയുള്ളൂ. സന്ധ്യ നേരത്തെയും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി അയൽവാസിയും ബന്ധുക്കളും പറഞ്ഞു. ഐസ്ക്രീമിൽ വിഷം കലർത്തിയാണ് കൊല്ലാൻ ശ്രമിച്ചത്. മുതിർന്ന കുട്ടി അന്ന് ബഹളം വച്ചതോടെ ശ്രമം പരാജയപ്പെട്ടു. കുട്ടികളെ ടോർച്ച് കൊണ്ട് തലക്കഴിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട്. പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റക്കുഴിയിലെ വീട്ടിലേക്ക് കല്യാണിയുടെ ചേതനേറ്റ ശരീരം എത്തിച്ചപ്പോഴേക്കും പലരും വിങ്ങിപ്പൊട്ടി. കല്യാണിയെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. തിരുവാണിയൂർ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കു സാധ്യത. 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത കൂടുതൽ. സംസ്ഥാനത്ത് കനത്ത മഴയിൽ പല ജില്ലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കാസർഗോഡ് കാലിക്കടവ് ദേശീയപാതയിലും കണ്ണൂർ താഴേച്ചൊവ്വയിൽ വീടുകളിലും വെള്ളം കയറി. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു. പത്തനംതിട്ടയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോയ യുവാവിനെ കാണാതായി. വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും ലഭിച്ചത് ശക്തമായ മഴ. കനത്ത മഴയിൽ കാസർഗോഡ് കാലിക്കടവ് ദേശീയപാത വെള്ളത്തിനടിയിലായി. റോഡിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാത്തതാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കണ്ണൂർ താഴെച്ചൊവ്വയിൽ കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി. ഓവുചാൽ അടഞ്ഞതിനെ തുടർന്നാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തിയത്. ഇതോടെ കോർപ്പറേഷൻ ജീവനക്കാരെത്തി ഓടകൾ വൃത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു. ചുരത്തിലെ 8-ാം വളവിനും 9-ാം വളവിനും ഇടയിലാണ് മണ്ണിടിഞ്ഞത്. ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞു വീണത്. പാറയും മരങ്ങളും റോഡിൽ പതിച്ചതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോയ യുവാവിനെ കാണാതായി. അടൂർ ഇളമന്നൂർ സ്വദേശി ബിജോ ജെ വർഗീസിനെ കഴിഞ്ഞ രാത്രി മുതലാണ് കാണാതായത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തെരച്ചിൽ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയപാത അപകടത്തിൽ. മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞതിന് കാരണം മഴയും റോഡ് കടന്നു പോകുന്ന വയലിൽ ഭാരമേറിയ നിർമ്മാണ പ്രവർത്തികൾ ഉണ്ടാക്കിയ സമ്മർദ്ദവുമാണെന്ന് പ്രാഥമിക നിഗമനം. 3-അംഗ വിദഗ്ധ സംഘം നാളെ സ്ഥലം സന്ദർശിക്കും. ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നടപടികൾ. വയലുകൾക്കിടയിലൂടെയാണ് ദേശീയപാതയും സർവീസ് റോഡും കടന്നു പോകുന്നത്. മണ്ണിട്ടുയർത്തിയിടത്തും സിമന്റിൻ കട്ടകളിൽ ആണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ വെള്ളമൊഴുകുന്ന പല വഴികളും അടച്ചുകെട്ടി. ഇതിന്റെ എല്ലാം സമ്മർദ്ദം ആ മേഖലയിൽ അനുഭവപ്പെട്ടു. ഇതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം. It is a wetland area, waterlogging area. So appropriate technology means retaining walls were built, but that soil bearing capacity of paddy field could not be ensured, which bulged out outside our RO, which led to that failure. 3-അംഗ വിദഗ്ധ സമിതി നാളെ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്ന് ഉന്നതതല യോഗത്തിനു ശേഷം ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. സംഭവത്തിനെ പറ്റി ഒരു പ്രിലിമിനറി അസസ്മെന്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. ഇതൊരു പാഡി ലാൻഡ് വഴി പോകുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷനാണ്. ആ പാഡി ലാൻഡിൽ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പാഡി ലാൻഡിൽ ഒരു ബഡ്ജിംഗ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അടൂർ പ്രകാശ്, PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള UDF സംഘം
കൂരിയാട് സന്ദർശിച്ചു. അപ്പോൾ ഈ വയലിൽ ഈ കൺസ്ട്രക്ഷൻ ഒരു ഡേഞ്ചറാണ് എന്ന് ഞങ്ങളൊക്കെ വാട്ടർ കെട്ടി നിൽക്കുന്ന സ്ഥലം പറഞ്ഞതാണ്. പക്ഷെ അവരിപ്പോൾ പറയുന്നത് നാളെ അവരുടെ എക്സ്പെർട്ട് ടീം വരുന്നുണ്ട്, പരിശോധിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം, ഗവൺമെന്റ് ഈ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ദേശീയപാതയിൽ കൂരിയാടിനടുത്തുള്ള തലപ്പാറയിലും വിള്ളൽ കണ്ടെത്തി. ഇവിടെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറത്ത് ദേശീയപാത തകർന്നത് നിർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി. ദേശീയപാത അതോറിറ്റിയുമായി ചർച്ചയും ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക. നമ്മുടെ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിരിക്കും. അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അതും ദേശീയപാത അതോറിറ്റിയായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്താൻ പോവുകയാണ്. ഗവൺമെന്റ് അതിന്റെ മറ്റ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക. ഇപ്പോൾ നടന്നിട്ടുള്ള വർക്ക് മറ്റു വീഴ്ചകളില്ലാതെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത്. കാസർഗോഡ് മാവുങ്കാലിലും റോഡ് ഇടിഞ്ഞു. കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡാണ് ഇടിഞ്ഞത്. കനത്ത മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു റോഡ് ഇടിഞ്ഞു വീണത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി. അതിശക്തമായ മഴയിൽ കല്യാൺ റോഡിലാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഈ സമയം ഇതുവഴി വന്ന യാത്രക്കാരൻ റോഡ് തകർന്നത് കണ്ടതോടെ പിന്നാലെ വന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സർവീസ് റോഡ് തകർന്നതോടെ ദേശീയപാത വഴിയുള്ള ഗതാഗതം താറുമാറായി. വിവരമറിഞ്ഞ് ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ സർവീസ് റോഡിനെയായിരുന്നു ജനങ്ങൾ ഗതാഗതത്തിനായി ആശ്രയിച്ചിരുന്നത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി. ഇത് സംബന്ധിച്ച് കലക്ടറുടെ അധ്യക്ഷതയിൽ നാളെ അടിയന്തര യോഗം ചേരും. ന്യൂസ് 18 കാസർഗോഡ്. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ്പുകളോടെ കേരളം മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും 9 വർഷങ്ങളാണ് പിന്നിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ്പുകളോടെയാണ് നാം മുന്നേറുന്നത്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതുമായ ഒരു സങ്കല്പമല്ല. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. നവംബർ 1 സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭവനരഹിതരല്ലാത്ത കേരളമാണ് ലക്ഷ്യം. സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തുകൊടുത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 64,006 കുടുംബങ്ങൾ അതിദരിദ്രരാണെന്ന് കണ്ടെത്തുകയും 59,707 കുടുംബങ്ങളെ 79.22% അതിദാരിദ്ര്യമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമാക്കുക, ഇതാണ് നാം ഉദ്ദേശിക്കുന്നത്. അത് വരുന്ന നവംബർ 1 യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ 60 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകി വരികയാണ്. ഇഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി പിടിയിലായ സംഭവം ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണം. കേന്ദ്ര ഏജൻസിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണിത്. ഇഡിക്കെതിരെ നിരവധി പരാതികൾ കേട്ടിരുന്നു. ഇപ്പോൾ ഇഡി കൈയോടെ പിടിക്കപ്പെട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇഡിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള പരാതികൾ. അതിൽ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചടക്കമുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്.
മാത്രമല്ല ഇപ്പോൾ അത്തരമൊരു പരാതി വന്നപ്പോൾ ഒരു ബഹുമാനായ ബിഷപ്പ് തന്നെ അദ്ദേഹത്തിന്റെ അനുഭവത്തിലുണ്ടായ കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഈ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പുനഃസംഘാടനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗൌരവമായി കാണണം. അതിന്റെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ ഇടപെടണമെന്നാണ് എന്റെ അഭിപ്രായം. തുടർഭരണ പ്രതീക്ഷയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേക്ക് മുറിച്ച് വാർഷികം ആഘോഷിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വർഷമാണെങ്കിലും സർക്കാർ കണക്കിൽ ഇത് 9ാം വാർഷികാഘോഷമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ 5 വർഷം കൂടി ചേർത്താണ് ഈ കണക്ക്. വികസനത്തിന്റെയും പുരോഗതിയുടെയും നവയുഗം 10ാം വർഷത്തിലേക്ക് കടക്കുകയാണെന്നും ജനങ്ങൾക്ക് നന്ദിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തുടർഭരണത്തിലെ തുടർച്ച എന്ന പ്രതീക്ഷ മന്ത്രിമാരും പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോഴും ഞങ്ങളുടെ 4ാം പിറന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ ആവേശവും കണ്ടാൽ ഉറപ്പായി 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടൊരു 3ാം ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണമില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തെന്നാണ് പ്രതിപക്ഷ ആരോപണം. കരിദിനം ആചരിക്കുന്ന കോൺഗ്രസ് മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും. 4ാം വാർഷികത്തിന് സമ്മാനങ്ങളാണ് ജനത്തിന് കൊടുക്കുന്ന സമ്മാനം. തിരുവനന്തപുരത്തെ ബിന്ദുവിനുണ്ടായ അനുഭവം, ഈ കൂരിയാട് ഇത് തകർന്നു വീണത്, ഈ ഇപ്പോൾ പാലക്കാടുണ്ടായ വന്യജീവി ആക്രമണം, 4ാം വാർഷികത്തിന് ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ് സർക്കാർ എന്ന് ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുന്ന 3 കാര്യങ്ങളാണ്. സർക്കാരിന്റെ 4 വർഷം ജനദ്രോഹ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. വിഴിഞ്ഞവും കൊച്ചി മെട്രോയും ദേശീയപാതാ വികസനവും ഗ്രാമീണ നഗര റോഡുകൾക്ക് പുതുമുഖം നൽകലും ഉൾപ്പെടെയുള്ളവയാണ് ഭരണനേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. ഖജനാവിന്റെ മോശം സ്ഥിതി ക്ഷേമപ്രവർത്തനങ്ങളിൽ സർക്കാരിന് വെല്ലുവിളിയാണ്. UDFനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട മുന്നണി സംവിധാനവും കോൺഗ്രസിലെ അസ്വാരസ്യങ്ങളും BJPയിലെ അസ്ഥിരതയും 3ാം ടേം എന്ന സ്വപ്നം കാണാൻ സർക്കാരിനെ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള സർവകക്ഷി സംഘത്തിന്റെ യാത്രയ്ക്ക് നാളെ തുടക്കം. സന്ദർശനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സംഘാംഗങ്ങളോട് വിശദീകരിച്ചു. JDU നേതാവ് സഞ്ജയ് ഝാ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നയിക്കുന്ന സംഘമാണ് ആദ്യം യാത്ര തിരിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനെതിരെ മറ്റൊരു നയതന്ത്ര നീക്കത്തിന് തുടക്കമിടുകയാണ് ഇന്ത്യ. ഇതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. 7 സംഘങ്ങളായി 58 അംഗങ്ങൾ 32 രാജ്യങ്ങൾ സന്ദർശിക്കും. ആദ്യം പുറപ്പെടുന്നത് JDU നേതാവ് സഞ്ജയ് ഝാ, ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നയിക്കുന്ന സംഘങ്ങൾ. ഇരു സംഘങ്ങളും ബുധനാഴ്ച യാത്ര തിരിക്കും. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ആദ്യം പോകുന്നത് ജപ്പാനിലാണ്. അതിനുശേഷം ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിക്കും. ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘത്തിന്റെ പര്യടനം UAE, ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നീ രാജ്യങ്ങളിലേക്കാണ്. റഷ്യ, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മറ്റന്നാൾ യാത്ര തിരിക്കും. സുപ്രിയ സുലെ, ശശി തരൂർ, രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെ എന്നിവർ നയിക്കുന്ന സംഘം യാത്ര പുറപ്പെടുന്നത് ശനിയാഴ്ചയാണ്. തരൂർ നയിക്കുന്ന സംഘം US, ബ്രസീൽ, ഗയാന, പാനമ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരത തുറന്നു കാണിക്കുക, ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദീകരിക്കുക തുടങ്ങിയവയാണ് ദൌത്യ ലക്ഷ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒറ്റുകാരനും രാജ്യദ്രോഹിയുമെന്ന് അധിക്ഷേപിച്ച് BJP IT സെൽ മേധാവി അമിത് മാളവിയുടെ എക്സ് പോസ്റ്റുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് ഫാൻസി ഡ്രസ് എന്നായിരുന്നു KPCC IT സെല്ലിന്റെ ഇതിനുള്ള മറുപടി. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ഒറ്റുകാരനാണ്. സംസാരിക്കുന്നത് പാകിസ്ഥാൻ നിർദ്ദേശാനുസരണമാണ്. പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹിയായും ഒറ്റുകാരനായുമാണ് BJP ചിത്രീകരിക്കുന്നത്. പുതിയ കാലത്തെ മിർ ജാഫർ എന്നാണ് അധിക്ഷേപം. പ്ലാസി യുദ്ധത്തിൽ നവാബ് സിറാജ് ഉദ്ദൌളയെ ഒറ്റുകൊടുത്ത പടത്തലവനാണ് മിർ ജാഫർ. മതിലു പിന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നുവെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നതാണ് ഈ കാർട്ടൂൺ.
അടുത്തതും പ്രകോപനപരമായ ട്വീറ്റാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെയും രാഹുൽ ഗാന്ധിയുടെയും മുഖം ചേർത്ത് വെക്കുന്നതാണിത്. പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാൻ ഇനി രാഹുലിന് കിട്ടുമെന്നും പരിഹാസം. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപത്തിൽ KPCC IT സെല്ലിന്റെ മറുപടി മാത്രമാണ് ഇതുവരെ വന്നത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി അവസരം കണ്ടെത്തുന്നത് ഫാൻസി ഡ്രസ്സിനാണ് എന്നാരോപിക്കുന്നതാണ് പോസ്റ്റ്. ഇരുപക്ഷത്തു നിന്നുമായി വലിയ പോരിന് വഴി തുറക്കുന്നതാണ് രാഹുൽ ഗാന്ധിക്കെതിരായ BJPയുടെ പ്രകോപനപരമായ പോസ്റ്റുകൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിക്കപ്പെടുന്ന യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ബന്ധമുള്ള മറ്റൊരു യുവതി കൂടി അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ. ഒഡീഷ സ്വദേശിനി പ്രിയങ്ക സേനാപതിയെ NIA ചോദ്യം ചെയ്യും. ഇവരുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ച് വരികയാണ്. മാസങ്ങൾക്ക് മുൻപ് ഒറീസയിലെ പുരിയിൽ ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തിയപ്പോൾ പ്രിയങ്കയും ഒപ്പമുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അടുത്തിടെ പ്രിയങ്കയുടെയും കുടുംബത്തിന്റെയും സ്വത്തിലുണ്ടായ വളർച്ച NIA നിരീക്ഷിച്ചു വരികയാണ്. इन्वेस्टिगेट कर रहे हैं. हर छोटी चीज़, हर छोटी बारीकी का ध्यान रखा जा रहा है. उनका सोशल मीडिया हैंडल हो या फिर वो उनका टूर कहाँ पे था या फिर किसी भी प्रकार का फाइनेंशियल ट्रांजैक्शंस वगैरह भी अगर है तो उसकी भी छोटी से छोटी चीज़ का ध्यान रखते हुए उसको इन्वेस्टिगेट किया जा रहा है. सोशल मीडिया हैंडल उनका पूरी तरीके से हमारे नज़र में है और डिफरेंट जो सोशल मीडिया हैंडल्स है उसमें उनका जो डिफरेंट कंटेंट है उसके ऊपर भी हमारी एग्जामिनेशन चल रही है. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മന്ത്രി വിജയ് ഷായുടെ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് സർക്കാർ 3 അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. IG, DIG, SP എന്നിവരടങ്ങുന്ന സംഘമാണ് ഇക്കാര്യം അന്വേഷിക്കുക. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മധ്യപ്രദേശ് സർക്കാർ 3 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. IG പ്രമോദ് വർമ്മ, DIG കല്യാൺ ചക്രവർത്തി, SP വാഹിനി സിംഗ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷിക്കുക. വിജയ് ഷായുടെ വിദ്വേഷ പരാമർശ കേസിൽ IG റാങ്കിൽ കുറയാത്ത IPS ഉദ്യോഗസ്ഥർ സംഘത്തിൽ വേണമെന്ന് മധ്യപ്രദേശ് DGPക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. മന്ത്രിയുടെ ഖേദപ്രകടനം അംഗീകരിക്കുന്നില്ലെന്നും പ്രസംഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ മന്ത്രി നേരിടണമെന്നും കോടതി പറഞ്ഞു. മന്ത്രി അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. എന്നാൽ കേസിൽ വിജയ് ഷായുടെ അറസ്റ്റ് സുപ്രീം കോടതി തടയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. വിജയ് ഷായുടെ പരാമർശം അംഗീകരിക്കാനാകില്ലെന്നും ഭരണഘടനാ പദവി വഹിക്കുന്നവർ സംസാരത്തിൽ മിതത്വം പാലിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു. അതേസമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വിജയ് ഷായ്ക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല, വിജയ് ഷായുടെ പരാമർശത്തെ കേന്ദ്ര നേതൃത്വം തള്ളിയെങ്കിലും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതില്ലെന്ന നിലപാടും സ്വീകരിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകരവാദികളുടെ സഹോദരി എന്നാണ് സംസ്ഥാന ആദിവാസി ക്ഷേമ മന്ത്രി കൂടിയായ കുൻവർ വിജയ് ഷാ സോഫിയ ഖുറേഷിയെ പരോക്ഷമായി വിശേഷിപ്പിച്ചത്. ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു സർക്കാർ പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസ് നേതൃത്വവുമായി ഉള്ള ശശി തരൂരിന്റെ ഏറ്റുമുട്ടൽ സംയമനത്തിന് വഴിമാറാനുള്ള സാധ്യത വിരളമാണെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. അതേസമയം പാർട്ടിയുടെ ഭാഗമായി നിന്ന് പാർട്ടിയെ വെട്ടിലാക്കുന്ന ശൈലി തുടരാൻ തരൂരിനെ അനുവദിക്കരുതെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം. സമാന മനസ്കരെ ഒപ്പം നിർത്തി പാർട്ടിയെ പിളർത്താനുള്ള നീക്കമാണോ തരൂർ നടത്തുന്നത് എന്ന സംശയമാണ് കോൺഗ്രസ് പാളയത്തിൽ ബലപ്പെടുന്നത്. അതേസമയം BJP താവളത്തിലേക്ക് ചേക്കേറാനുള്ള വഴിയൊരുക്കലായി നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നവരും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. എന്നാൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ സമീപനം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നാൽ പ്രവർത്തക സമിതി അംഗം എന്ന പരിഗണന നിലനിർത്തേണ്ടതില്ലെന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്നവരും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലുണ്ട്. താക്കീതിന് പ്രസക്തിയില്ലെന്നും നടപടിയാണ് വേണ്ടതെന്നുമുള്ള നിലപാടിൽ ആണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. അതേസമയം തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറുമെന്ന് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിലും അത് കോൺഗ്രസിന് തലവേദനയാകും എന്നാണ് വിലയിരുത്തൽ. അതിനിടെ ശശി തരൂരിനെ BJPയുടെ ഭാഗമാക്കാൻ രഹസ്യ നീക്കം നടക്കുന്നതായുള്ള സൂചനകളും ഏറുകയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസിനെതിരെ കലാപക്കൊടി ഉയർത്തുന്ന പതിവ് ശൈലി ഇനി എത്ര നാൾ ശശി തരൂരിന് തുടരാൻ ആവുമെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉദ്വേഗം ഉണർത്തുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.
മോഷണക്കുറ്റം ആരോപിച്ച് യുവതിയെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരാണെന്ന് പ്രാഥമിക കണ്ടെത്തൽ. തിരുവനന്തപുരം കണ്ടോൺമെന്റ് AC നടത്തിയ അന്വേഷണത്തിലാണ് സസ്പെൻഷനിലായ SIക്ക് പുറമെ രണ്ടുപേർ കൂടി വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയത്. മോഷണക്കേസിലെ നടപടിക്രമങ്ങൾ ഇരുവരും പാലിച്ചിട്ടില്ലെന്നും കണ്ടെത്തി. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും 2.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്ന പരാതിയിലായിരുന്നു ചുള്ളിമാനൂർ സ്വദേശിനി ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി SI ഉൾപ്പെടെയുള്ള പോലീസുകാർ മാനസികമായി പീഡിപ്പിച്ചത്. കഴിഞ്ഞ മാസം 23-ന് നടന്ന സംഭവത്തിൽ യുവതി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും P. ശശിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം സംഭവം പുറത്തു വന്നതോടുകൂടിയാണ് വകുപ്പ് തല പ്രാഥമിക അന്വേഷണം നടക്കുകയും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ SI SG പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. തുടർന്ന് സംഭവത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് AC നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സസ്പെൻഷനിലായ SIക്ക് പുറമെ 2 പേർക്ക് കൂടി വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയത്. മോഷണക്കേസിലെ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും അനധികൃതമായി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രി തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് AC നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും കൂടുതൽ നടപടി സ്വീകരിക്കുക. SIക്ക് പുറമെ കുറ്റാരോപിതരായ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ 4 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച നടപടിക്കെതിരെ ഹൈക്കോടതി. പരീക്ഷാഫലം തടഞ്ഞുവെക്കാൻ സർക്കാരിന് എന്ത് അധികാരമായിരുന്നുവെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. കുറ്റകൃത്യവും പരീക്ഷാ ഫലവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നും ചോദിച്ചു കോടതി. ഫലം പ്രസിദ്ധീകരിക്കാൻ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടല്ലോ എന്നും സർക്കാരിനോട് ആരാഞ്ഞു. പത്തനംതിട്ടയിൽ പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാൾ 2 മാസം മുമ്പ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത. കോയിപ്പുറം സ്വദേശി സുരേഷിനെയാണ് കൃഷിയിടത്തിൽ മാർച്ച് 22-ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 വാരിയെല്ലുകൾ തകർന്നതും ചൂരൽ കൊണ്ട് അടിയേറ്റതും വ്യക്തമാക്കുന്നുണ്ട്. സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേദിവസം വീട്ടിലെത്തി 2 പേർ കൂട്ടിക്കൊണ്ടുപോയതായി അമ്മ അമ്മിണി പ്രതികരിച്ചു. 3 പേര് യൂണിഫോമിലായിരുന്നു. അവനെ വന്ന് വിളിച്ചു, അവനും കൂടെ പോയി. ഞാൻ പോലീസുകാരായോണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. പോലീസുകാരുടെ വേഷത്തിലായോണ്ട് അവനെ കയറി വിളിച്ചപ്പോ ഞാൻ ഓർത്തു അപ്പൊ ഇവനെ ഇങ്ങനെ പോലീസുകാർ വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുക പതിവുണ്ട്. അങ്ങനെയാണെന്നാ ഞാൻ വിചാരിച്ചത്. കാണാതെ വന്നപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. അവര് പറഞ്ഞോളെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പലയിടത്തോട്ട് എല്ലായിടത്തും പോയി പിന്നെ അന്വേഷിച്ചു. പത്തനംതിട്ട മോർച്ചിൽ ഇരിപ്പുണ്ട് ഒരു 2 ശവമൊന്നും. മറ്റു വാർത്തയിലേക്ക്. കൊല്ലത്ത് കല്യാണ ആഘോഷത്തിനിടയിൽ സലാഡ് വിളമ്പാത്തതിനെ ചൊല്ലി കൂട്ടത്തല്ല്. തിങ്കളാഴ്ച തട്ടാമലയ്ക്ക് സമീപമാണ് സംഭവം. വിവാഹത്തിനെത്തിയ പലർക്കും ബിരിയാണിക്കൊപ്പം സലാഡ് വിളമ്പിയില്ലെന്ന് ആരോപിച്ചാണ് കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിൽ സംഘടനമുണ്ടായത്. ഒടുവിൽ പോലീസ് എത്തി രംഗം ശാന്തമാക്കി. ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല. കൊല്ലം തട്ടാമല പിണക്കൽ ഭാഗത്തെ രാജധാനി ഓഡിറ്റോറിയത്തിലാണ് ആക്രമണമുണ്ടായത്. സംഘട്ടനത്തിൽ 4 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വിവാഹത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ബിരിയാണി വിളമ്പിയ ശേഷം കാറ്ററിംഗ് തൊഴിലാളികൾ ആഹാരം കഴിക്കാനായി ഇരുന്നു. ഇവർ പരസ്പരം വിളമ്പിയ ബിരിയാണിക്കൊപ്പം ചിലർക്ക് സാലഡ് കിട്ടാതെ വന്നത് ചോദ്യം ചെയ്തതായിരുന്നു തർക്കത്തിന്റെ തുടക്കം. പിന്നീട് സാലഡ് കിട്ടിയവരും കിട്ടാത്തവരും തമ്മിൽ കയ്യാങ്കളിയിലേക്കെത്തി. ഒടുവിൽ 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് യുവാക്കൾ ഭക്ഷണം വിളമ്പിയ പാത്രങ്ങളുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പോലീസെത്തിയാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത്. എല്ലാവർക്കും തലയ്ക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ കൂട്ടിക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വിട്ടയച്ചു. വിഷയത്തിൽ ഇരവിപുരം പോലീസ് 2 കൂട്ടരെയും വിളിപ്പിച്ചെങ്കിലും ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല. പ്രശ്നം പറഞ്ഞു പരിഹരിച്ചതായാണ് വിവരം. ന്യൂസ് 18 കൊല്ലം.